ഹലോ, അപ്പോൾ ഇന്നൊരു മീനച്ചാറിൻ്റെ വീഡിയോ കണ്ടാലോ? അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂര മീനാണ് എടുത്തത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് എണ്ണ. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും മസാല നന്നായിട്ട് മീനിലേക്ക് പിടിക്കും. 1 മണിക്കൂറിന് ശേഷം മീനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് മീനിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. നല്ല രീതിയിൽ മൊരിയണം. മീൻ നന്നായിട്ട് മൂത്തില്ലെങ്കിൽ അച്ചാർ കുറച്ച് കഴിയുമ്പോൾ കേടായിപ്പോവും. മീൻ ഫ്രൈ ചെയ്യാനിട്ടപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ടിട്ടുണ്ട്. മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കാം. ഞാനിവിടെ മീൻ പൊരിച്ച അതേ പാത്രത്തിൽ അതേ എണ്ണയിലാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കായം ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുന്നത്. ഞാനിവിടെ കട്ട കായമാണ് എടുക്കുന്നത്. കായ പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാൽ മതി. കട്ട കായമാണെങ്കിൽ എപ്പോഴേ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട്. നന്നായി മൂത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എണ്ണ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് മൂത്തോളും. എന്നിട്ട് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വിനാഗിരി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് തണുത്തതിന് ശേഷം മാറ്റാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.